ഹായ്. അപ്പോൾ ഞാൻ ടി എഫ് എനെ കുറിച്ചിട്ട് പറയാമെന്നായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു ക്ലാസ്സിൽ. കൊളസ്ട്രോളിന് ചെറിയൊരു ആഹാരം എൻ്റെ ഇതുകൾ എപ്പോഴും റെഗുലർലി ഒന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഡ്യൂട്ടി അത്രയ്ക്കുള്ളൂ. ഇത് ആരോഗ്യം എങ്ങനെ ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് എത്ര വെള്ളം കുടിക്കണം, അങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഈ ചെറിയ സൂത്രങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്. ഉറക്കം എങ്ങനെ ഉറങ്ങണം, എത്രയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കട്ടെ. TFA അതിൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ് ഫാറ്റി ആസിഡ്. അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ട്രാൻസ് ഫാറ്റി ആസിഡ് എന്താണെന്ന് അമ്മമാർ അറിയണം. പ്രത്യേകിച്ച് പാചകം ചെയ്യുന്നത് അവരാണ് വീട്ടിലത്തെ ഡോക്ടർ. അപ്പോൾ ട്രാൻസ് ഫാറ്റി ആസിഡ് നമ്മൾ പലരും പറയും ഈ എണ്ണ നല്ലതാണ്, ആ എണ്ണ നല്ലതാണ്. അതല്ല കേട്ടോ, എല്ലാ എണ്ണകളും നല്ലത് തന്നെയാണ്. നമ്മുടെ ക്ലൈമറ്റിന് യോജിച്ച എണ്ണ ഏതാച്ചെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണം കേരളത്തിൽ വെളിച്ചെണ്ണ, അപ്പം നോർത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കടുകെണ്ണ, അങ്ങനെയുള്ളത് അത് ആ ക്ലൈമറ്റിന് യോജിച്ചതാണ്. അതേപ്രകാരം നമുക്ക് വെളിച്ചെണ്ണ. പക്ഷേ എല്ലാ എണ്ണകളും ഈ TFA ഉണ്ടാക്കും കേട്ടോ, ട്രാൻസ് ഫാറ്റ് ആസിഡ് ഉണ്ടാക്കും. അപ്പോൾ എന്താ വെച്ചാൽ മൃഗത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് നമുക്ക് ഡേഞ്ചറസ്. അപ്പോൾ റെഡിമെയ്ഡ് എണ്ണ പുറമേ നിന്ന് മേടിക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ചക്കൽ ആട്ടിയ എണ്ണ നമ്മുടെ അടുത്ത ആരെങ്കിലും ആട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോളൂ. എന്നിട്ട് ആ എണ്ണയിലാണ് പാചകം ചെയ്യേണ്ടത്. പാചകം ചെയ്യുമ്പോൾ ചീഞ്ചട്ടീൻ്റെ അടിഭാഗത്ത് ഒരു കറ പോലെ ഒരു സാധനം പിടിക്കും. ചെറുപ്പത്തിൽ എൻ്റെ അമ്മൻ ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് ചോറിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് തിന്നാൻ വലിയ ഇഷ്ടമാണ് അല്ലേ. മീനിൻ്റെ ബാക്കിയുള്ള മുരി തിന്നാൻ ഇഷ്ടമാണ്. ആ സാധനത്തിൻ്റെ പേരാണ് കേട്ടോ TFA, ട്രാൻസ് ഫാറ്റ് ആസിഡ്. അതാണ് ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എണ്ണയല്ല പ്രശ്നം, അമിതമായിട്ട് ഉപയോഗിക്കരുത്. ഒരു 2-3 തവണ അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് അതിൻ്റെ അടിഭാഗത്ത് കറ ഉണ്ടെങ്കിൽ പിന്നെ ആ എണ്ണ നമ്മൾ ഉപയോഗിക്കരുത്. ഇത്രയ്ക്കേ ഉള്ളൂ അതിൻ്റെ സൂത്രം. അതേപ്രകാരം വെജിറ്റേറിയൻ ഓയിൽ തന്നെയാണ്, വെജിറ്റബിൾസിൽ നിന്ന് എടുത്ത ഓയിൽ തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതേ പ്രകാരം തന്നെ TFA എന്താ വെച്ചാൽ ദോശയൊക്കെ കരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അറ്റം ഭാഗമൊക്കെ തിന്നാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരാണ് TFA. അപ്പോൾ ഇത് മാത്രമല്ല, ഇന്ന് കുട്ടികളുടെ മിഠായികളുടെ പേര് ഞാൻ പറയില്ല, ദയവ് ഇത് വായിച്ച് നോക്കുക. അതിൽ 60% മുതൽ 80% വരെ TFA അവർ ചേർത്തിട്ടാണ് ഈ മിഠായികൾ വരുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ഇഷ്ടമാവാനുള്ള കാരണം TFA ആണ്. അതും എഴുതിയിട്ടുണ്ടോ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളത് വായിക്കാത്തത് നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് വായിച്ച് ഉപയോഗിച്ച് ആരോഗ്യം നമ്മുടേതാണ്. അപ്പോൾ TFA എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും ഇന്ന് മുതൽ അത് ശ്രദ്ധയിൽ വെക്കുക.